നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ശക്തിയുടെ താരതമ്യം പരിശോധിക്കാം. 2023-24 യൂണിയൻ ബജറ്റിൽ ഇന്ത്യ അതിൻ്റെ ബജറ്റിൻ്റെ 13% പ്രതിരോധത്തിനായി 5.94 ട്രില്യൺ രൂപ, അതായത് $73.8 ബില്യൺ നീക്കിവെച്ചിരുന്നു. അതേസമയം പാകിസ്ഥാൻ്റെ പ്രതിരോധ ബജറ്റ് $6.34 ബില്യൺ ആണ്. പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ 8 ലക്ഷത്തിൽ കൂടുതൽ സജീവ സൈനികരുണ്ട്. കൂടാതെ 1.4 ദശലക്ഷം ഉദ്യോഗസ്ഥ സൈനികരും സേവനമനുഷ്ഠിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ പരമ്പരാഗത യുദ്ധ പോരാട്ട ശേഷി നിർണ്ണയിക്കുന്നതിനുള്ള സ്ഥിതിവിവര കണക്കുകൾ വിശകലനം ചെയ്യുന്ന ഒരു ഡാറ്റ പ്ലാറ്റ്ഫോമായ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് അനുസരിച്ച് US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് തൊട്ടു പിന്നിൽ ലോകത്തിലെ 4ാമത്തെ ശക്തമായ സൈനികമായി ഇന്ത്യ റാങ്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാൻ സൂചികയിൽ 9ാം സ്ഥാനത്താണ്. ഗ്ലോബൽ ഫയർ പവർ സൂചികയിൽ 60ലധികം ഘടകങ്ങളിൽ നിന്നുള്ള ഡാറ്റ പരിഗണിക്കുന്നു. അതിൽ രാജ്യത്തിൻ്റെ GDP, ജനസംഖ്യ, സൈനിക ശക്തി, വാങ്ങൽ ശേഷി മുതലായവ ഉൾപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. എന്നാൽ പാകിസ്ഥാൻ 5ാം സ്ഥാനത്താണ്. ഇന്ത്യയുടെ മാൻ പവർ ഏകദേശം 65 ദശലക്ഷത്തിലധികം വരുമ്പോൾ പാകിസ്ഥാൻ്റെ 10 ദശലക്ഷത്തിലധികം മാത്രമേ വരുന്നുള്ളൂ. യുവാക്കളുടെ സൈനിക ശക്തിയും പാകിസ്ഥാൻ്റെ ലഭ്യമായ മനുഷ്യശക്തിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാണ് കൂടുതൽ. ഇനി മിലിറ്ററി സ്ട്രെങ്ത് പരിശോധിച്ചാലും പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് 8 ലക്ഷത്തിൽ കൂടുതൽ സജീവ സൈനികരുണ്ട്. കൂടാതെ 1.4 ദശലക്ഷം ഉദ്യോഗസ്ഥരും വിവിധ ഓഫീസർമാരും സൈനികരും സേവനമനുഷ്ഠിക്കുന്നു. പാകിസ്ഥാനിൽ 6.5 ലക്ഷം സജീവ ഉദ്യോഗസ്ഥരുണ്ട്. ഈ സംഖ്യയിൽ റിസർവ്, അർദ്ധസൈനിക സേനകൾ ഉൾപ്പെടുന്നില്ല. കൂടാതെ ഇന്ത്യയിലെ മൊത്തം സംഖ്യ 5 ദശലക്ഷത്തിലധികം എത്തുന്നു. അതായത് പാകിസ്ഥാനേക്കാളും ഇരട്ടി സൈനികരും ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ പക്കലുണ്ട്. ഇനി എയർഫോഴ്സ് എടുത്താലും ഇന്ത്യക്ക് 2296 വിമാനങ്ങളും ആഗോളതലത്തിൽ 4ാം സ്ഥാനവുമുള്ളപ്പോൾ പാകിസ്ഥാന് 1434 വിമാനങ്ങൾ മാത്രമാണുള്ളത്. ഈ വിഭാഗത്തിൽ വ്യോമസേനയിലും നാവികസേനയിലും യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഗതാഗത വിമാനങ്ങൾ, ഫിക്സഡ് വിങ്, റോട്ടർ വിങ് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യക്ക് 31 സ്ക്വാഡ്രണുകളിലായി 606 യുദ്ധവിമാനങ്ങളുണ്ട്. കൂടാതെ തേജസ് MK1, MK1A പോലുള്ള കൂടുതൽ വിമാനങ്ങളും വരും വർഷങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും MiG-21 ബൈസൺ, സെപ്പിക്കറ്റ് ജാഗ്വാസ്, MiG-29S തുടങ്ങിയ പഴക്കം ചെന്ന ജെറ്റുകൾ അടുത്ത കാലയളവിൽ സർവീസ് നടത്തില്ല. പാകിസ്ഥാൻ്റെ കൈവശം 387 യുദ്ധവിമാനങ്ങൾ മാത്രമാണുള്ളത്. ഇതിൽ ചൈനീസ്, ഫ്രഞ്ച്, അമേരിക്കൻ വിമാനങ്ങളുമുണ്ട്. പാകിസ്ഥാന് കൂടുതൽ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഉള്ളപ്പോൾ ഇന്ത്യക്ക് ധാരാളം പ്രത്യേക ദൗത്യ ഏരിയൽ ടാങ്കറുകളും ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും ഫൈറ്റർ ജെറ്റുകളുമുണ്ട്. പുരാതന യുദ്ധത്തിൽ യുദ്ധ ആനകൾ സൈന്യത്തിൻ്റെ ടാങ്കുകളായാണ് പ്രവർത്തിച്ചിരുന്നത്. ശത്രു സൈന്യത്തെ അവരുടെ അതിശക്തമായ ശക്തിയാൽ തകർക്കാൻ മനുഷ്യർ അവരെ നയിച്ചിരുന്നു. നിരവധി നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ യുദ്ധ ആനകൾക്ക് പകരം ട്രാക്കുകളും ഫയർ പവറുകളുമുള്ള യന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. അവയെ ടാങ്കുകൾ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യക്ക് 4614 ടാങ്ക് ശക്തിയുണ്ട്. ആഗോളതലത്തിൽ 6ാം സ്ഥാനത്താണിത്. എന്നാൽ പാകിസ്ഥാന് 3742 ടാങ്കുകൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ 3 ഇരട്ടി കവചിത വാഹനങ്ങളുണ്ട്. അതായത് മൊത്തം 1,51,248 കവചിത വാഹനങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ട്. യുദ്ധക്കളത്തിലേക്ക് കാൽപ്പടയെ വേഗത്തിൽ വിന്യസിക്കുന്നതിൽ കവചിത വാഹനങ്ങൾക്ക് നിർണായക പങ്കാണുള്ളത്. അവർ ഫയർ പവർ കൂട്ടിച്ചേർക്കുക മാത്രമല്ല, യുദ്ധസമയത്ത് മികച്ച തന്ത്രം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ കൈവശം 140 സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഗണ്ണുണ്ട്. എന്നാൽ ഇന്ത്യക്ക് പാകിസ്ഥാനും ഒരുപോലെ ടൗഡ് ആർട്ടിലറി ഗണ്ണാണ് ഉള്ളത്. ലക്ഷ്യങ്ങളെ അടിച്ചമർത്താനും സൈനിക ശക്തികൾക്ക് ചലിക്കുന്നതിനുള്ള മറയൊരുക്കാനും വളരെ ദൂരെ നിന്ന് ശത്രുക്കളെ ആക്രമിക്കുന്ന പീരങ്കികൾ നിർണായക പങ്കുവഹിക്കുന്നു. 1999 കാർഗിൽ യുദ്ധസമയത്ത് ബൊഫോഴ്സ് തോക്കുകൾ ഇന്ത്യക്ക് അനുകൂലമായി മാറുകയും മഞ്ഞുമലകൾ പിടിച്ചെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിരുന്നു. ഇനി നേവിയുടെ കാര്യമെടുത്താൽ തന്നെ ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ സാമ്പത്തിക സുരക്ഷാ താൽപ്പര്യങ്ങളുമായി ഇന്ത്യക്ക് ഒരു നീണ്ട സമുദ്ര അതിർത്തി തന്നെയുണ്ട്. അതേസമയം അറബിക്കടലിനോട് ചേർന്ന് മാത്രമാണ് പാകിസ്ഥാന് സമുദ്രാതിർത്തി ഉള്ളത്. പാകിസ്ഥാനേക്കാൾ ശക്തവും വലുതുമായ നാവികസേനയാണ് ഇന്ത്യയുടേത്. അതിൻ്റെ പ്രധാന എതിരാളിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 294 ഫ്ലീറ്റ് സ്ട്രെങ്ത് ഇന്ത്യക്കുണ്ട്. അതായത് പാകിസ്ഥാന് വെറും 114 മാത്രമാണ്. ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്. അതായത് INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിവയും ഡിസ്ട്രോയറുകൾ
കോർവെറ്റുകൾ, ഫ്രിഗേറ്ററുകൾ, അന്തർവാഹിനികൾ തുടങ്ങിയ മറ്റ് പ്ലാറ്റ്ഫോമുകളും ഇന്ത്യയെ ഒരു വലിയ നാവികസേനാ രാജ്യമാക്കി മാറ്റുന്നു. ആഗോളതലത്തിൽ പ്രവർത്തിക്കാനും യുദ്ധവിമാനങ്ങളും മറ്റു മാരകമായ ആയുധ സംവിധാനങ്ങളും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ സമുദ്രസേന തന്നെയാണ് ഇന്ത്യയുടേത്. എന്നാൽ പാകിസ്ഥാന് വിമാനവാഹിനി കപ്പലുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഇന്ത്യയെ പാകിസ്ഥാനെയും താരതമ്യം ചെയ്യാൻ സൂചിക ഉപയോഗിക്കുന്ന മറ്റ് ഘടകങ്ങൾ ഭൂമിശാസ്ത്രം, സമുദ്രാതിർത്തി, വാങ്ങൽ ശേഷി, ബാഹ്യഘടം, റോഡ് ശൃംഖല, എണ്ണ, വാതക ഉൽപ്പാദനവും ഉപഭോഗവും, ഭൂവിസ്തൃതി, ജലപാതകൾ, തൊഴിൽ ശക്തി മുതലായവയൊക്കെയാണ്. അതായത് ഈ താരതമ്യം വച്ച് നോക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യ ഇന്ന് ലോകത്ത് ആഗോളതലത്തിൽ 4-ാം സ്ഥാനത്താണ് ഉള്ളത്. അതായത് 4-ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ പവർ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കമ്പാരിസണിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ത്യ തന്നെയാണ് ഏറ്റവും ശക്തം എന്നുള്ളതാണ്.